ആദ്യത്തെ വായനയ്ക്ക് ഇപ്പോൾ തോന്നും അയ്യോ ഇത് ഒരിക്കലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പം അതിലൊരു നമുക്കൊരു ഒരു തോൽവിയുടെ ഭാഗമാണത്. ഓതേഴ്സിന്റെ കൂടെ ഇരിക്കുമ്പോൾ എന്താ നമ്മൾക്ക് അതിൽ കൂടുതൽ ബെനിഫിറ്റ് ആയിട്ട് എന്താണ് വരിക? അത് കുറച്ചുകൂടി ലൈവ്ലിയാണ്. നമ്മൾക്കൊരു ലോൺലിനെസ് ഇല്ലല്ലോ. അപ്പം ഞങ്ങൾ ചിലപ്പോൾ എല്ലാറ്റിലും ഒരേ അഭിപ്രായം ഉണ്ടാവണമെന്നില്ല. ഞാൻ പക്ഷെ അതൊരു ലൈവ്ലി കോൺവെർസേഷനാണ്. അപ്പം ഞാനും അതിന്ന് പഠിക്കും. അപ്പം ഇവർക്കൊക്കെ ഈ മലയാളം ഇപ്പം നമ്മൾ പറയുന്ന മലയാളം ദേ ഹാവ് എ വെരി ഫൈൻ സെൻസ് ഓഫ് ഇംഗ്ലീഷ്. അവരൊക്കെ റീഡേഴ്സാണ്. അപ്പം അവർക്ക് വാക്കിൻ്റെ വ്യത്യാസങ്ങൾ അവർക്ക് മനസ്സിലാവും. അപ്പം അതൊരു വളരെ ഡിലൈറ്റ്ഫുൾ എക്സ്പീരിയൻസ് ടു വർക്ക് വിത്ത് ദം. ഈ വിവർത്തനം ചെയ്യാൻ പറ്റാത്ത വരുന്ന സാഹചര്യത്തിലാണ് ഒരു മികച്ച കൃതിയാവുക എന്ന് പറയുന്ന, അതായത് ഇപ്പോൾ ഒരു വിവർത്തനത്തിനും പോലും സാധ്യമാവാത്ത രീതിയിൽ ഫൈനസ്റ്റ് ആയിട്ട് വെക്കുക എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ. പലതും. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെ എത്തില്ലല്ലോ. അപ്പോൾ യു ഹാവ് ടു ടാക്കിൾ ഇറ്റ്. പലതും ആദ്യത്തെ വായനയ്ക്ക് ഇപ്പോൾ തോന്നും അയ്യോ ഇത് ഒരിക്കലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷെ ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പം അതിൽ ഒരുപിടി ഡ്രാഫ്റ്റ്സ് വരും. പകരം വെക്കാൻ കഴിയാത്ത മലയാള വാക്കുകൾ ഇപ്പോഴും ഏതെങ്കിലുമൊക്കെ ഓർമ്മയിലുണ്ടോ? ഈ റിച്വലായിരിക്കും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ റിച്വലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഇമ്മീഡിയസി പോവുമല്ലോ. നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കല്ലേ, പക്ഷെ കൊടുക്കാണ്ട് നിവൃത്തിയില്ല. അപ്പം അതിലൊരു നമുക്കൊരു ചെറിയൊരു തോൽവിയുടെ ഭാഗമാണത്. അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം കാണാം നരേറ്റീവ് യൂട്യൂബ് ചാനലിൽ.